നമസ്കാരം. സിസ്റ്റീവി വാർത്തയിലേക്ക് സ്വാഗതം. ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശി 52 വയസ്സുള്ള നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. നൌഷാദിന്റെ വീട്ടിലെ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ പ്രതി ലൈംഗികാതിക്രമണം നടത്തിയത്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ വിവരം ചോദിച്ചറിഞ്ഞപ്പോഴാണ് അതിക്രമ വിവരം പുറത്തറിയുന്നത്. ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ SR സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ദില്ലിയിലെ CJP സമരത്തെ തുടർന്ന് 200 പേർ കരുതൽ കസ്റ്റഡിയിൽ. ദില്ലിയിലെ വിവിധ ജില്ലകളിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. സമരത്തിന് കുരുമുളക് സ്പ്രേയുമായി അടക്കം എത്തിയവരാണ് കസ്റ്റഡിയിലായത്. ഇതിൽ ഗുണ്ടാ സംഘങ്ങളും ഉൾപ്പെടുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. UP, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളല്ലാത്തവരാണ് കസ്റ്റഡിയിലുള്ളതെന്നും പോലീസ് അറിയിച്ചു. 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചിരുന്നു. അതേസമയം CJP സർക്കാർ ചർച്ചയ്ക്ക് ഇന്ന് നടന്നേക്കും എന്ന സൂചനയുമുണ്ട്. വേദിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായേക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ച് ചർച്ച നടന്നേക്കുമെന്നാണ് വിവരം. ഇന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ ജന്തർ മന്ദിറിലെ പ്രതിഷേധം തുടരുമെന്ന CJPയുടെ നിലപാട്. PSCയിൽ വീണ്ടും ക്രമക്കേട് പരാതി. കേരാഫെഡ് നിയമനത്തിൽ റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ച് വിജ്ഞാപനം ഇറക്കിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പരാതിക്കാരിൽ നിന്ന് വിവരം തേടി പ്രത്യേക അന്വേഷണ സംഘം. ഹൈക്കോടതിയിലെ കേസ് മറച്ചുവെച്ചാണ് വിജ്ഞാപനം എന്നും ആരോപണമുണ്ട്. നടപടി ഇഷ്ടക്കാരെ തിരികെ കയറ്റാനെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. PSC ചെയർമാന്റെ ഇടപെടലിൽ ദുരൂഹത ഉണ്ടെന്നും ആക്ഷേപമുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 170 രൂപയും പവന് 1360 രൂപയുമാണ് കുറഞ്ഞിരിക്കുന്നതെന്ന് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ അറിയിച്ചു. ഇതോടെ നിലവിൽ കേരളത്തിൽ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 13,230 രൂപയും പവന് 1,05,840 രൂപയുമായി വില. 18 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 140 രൂപ കുറഞ്ഞ് ഇന്ന് 15,870 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. സമീപ ദിവസങ്ങളിലെല്ലാം സ്വർണ്ണവില കൂടുന്ന ട്രെൻഡായിരുന്നു നിലനിന്നിരുന്നെങ്കിൽ ഇന്ന് അത് മാറി. അതേസമയം സംസ്ഥാനത്ത് വെള്ളി വിലയിലും ഇടിവുണ്ടായിട്ടുണ്ട്. നിലവിൽ 22 കാരറ്റ് വെള്ളി ഗ്രാമിന് 235 രൂപയിലും 10 ഗ്രാമിന് 2,350 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച SDPI പ്രവർത്തകർ ഗുരുവായൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ജില്ലാ ജനറൽ സെക്രട്ടറി TM അക്ബർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി സക്കറിയ പൂക്കോട്, വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, ജോയിന്റ് സെക്രട്ടറി ഷമീർ ബ്രോഡ്വേ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെഫീദ് ബ്ലാങ്ങാട്, ദിലീപ് അത്താണി, സുബൈർ ഐനിക്കൽ, അഷ്കർ ഖാദ്രിയ, ഷെഫീഖ് തൊട്ടാപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ബസ് ടെർമിനൽ ഉടൻ തുറന്നു നൽകുക, ചക്കങ്കണ്ടം മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക, അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ ജൂനിയർ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ 2026-27 അധ്യയന വർഷത്തെ പുതിയ ബാച്ച് ആരംഭിച്ചു. അച്ചടക്കം, ഉത്തരവാദിത്വം, സാമൂഹിക പ്രതിബദ്ധത, നിയമബോധം തുടങ്ങിയവ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്നതാണ് SPCയുടെ പ്രധാന ലക്ഷ്യം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ CV മധു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. SPC ഓഫീസർമാരായ ആനന്ദ് ഹിരൺ, അനീറ്റ ബിനു എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ചരമം. അഗതിയൂർ പുത്തൂർ വീട്ടിൽ കുഞ്ഞുമോൻ മകൻ സിജി നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് അയ്യമ്പറമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ലീന ഭാര്യയും ലിജോ ലിൻസി എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.